വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.പഠനഭാഗത്തിലെ എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൻ ലഭിക്കുന്നതാണ്. ജനത്തെ മാനസാന്തരപ്പെടുത്തി ചോദ്യം: പാപത്തിന്റെ എന്ത് നീക്കിക്കളഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മ്ലേച്ഛത. ക്വസ്റ്റ്യൻ നമ്പർ 2. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു, കുറെ എന്തും ഉണ്ടാക്കി. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പന്തങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 3. ആരെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോസഫിനെ. ക്വസ്റ്റ്യൻ നമ്പർ 4. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ ആരായി ദത്തെടുക്കപ്പെടണമെന്നാണ് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രരായി. ക്വസ്റ്റ്യൻ നമ്പർ 5. നല്ല പ്രവൃത്തികൾക്ക് തക്ക എന്ത് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിഫലം. ക്വസ്റ്റ്യൻ നമ്പർ 6. അവന്റെ എന്ത് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. അത്യുന്നതന്റെ ഡാഷ് കൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18 അധ്യായം 8 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 9. എവിടുത്തുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവന്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗിലെയാദുകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ഡാഷ് യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ എന്ത് കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഭ്യാസം. ക്വസ്റ്റ്യൻ നമ്പർ 12. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം ഡാഷ് നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫോക്താവിൽ നിന്ന് ഡാഷും
മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു എന്ന കടംകഥ സാംസൺ പറഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭോജനം. ക്വസ്റ്റ്യൻ നമ്പർ 14. സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ എന്തോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കട്ടിളക്കാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 15. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ആര് വീണ്ടും കുമ്പിട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജനം. ക്വസ്റ്റ്യൻ നമ്പർ 16. മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 18. നിങ്ങൾ ഡാഷ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശാപത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അവിശ്വസ്തയായ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്നും വന്ന എത്ര ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 20,000. ക്വസ്റ്റ്യൻ നമ്പർ 21. യൂദായിലെ ബേത്ലഹേമിൽ ഏതു വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു? അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂദ. ക്വസ്റ്റ്യൻ നമ്പർ 22. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ആര് വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭാര്യ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി. ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഡാഷിലേക്കും അവകാശഭൂമിയിലേക്കും പോയി. ന്യായാധിപന്മാർ 21 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭവനത്തിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 24. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദിവസങ്ങളിലും. ക്വസ്റ്റ്യൻ നമ്പർ 25. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. എത്ര പ്രാവശ്യം അഗ്നി ഇറക്കി? പ്രഭാഷകൻ 48 അധ്യായം 3 വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3. ക്വസ്റ്റ്യൻ നമ്പർ 26. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ഡാഷ് ഞങ്ങളെ വിസ്മയിപ്പിച്ചു.
ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 27. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെയുള്ള ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സകലത്തിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 28. മോശ പോലും മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് ആരുയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മരിച്ചവർ. ക്വസ്റ്റ്യൻ നമ്പർ 29. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഫിലിസ്തീനയുടെ കാലത്ത് 20 വർഷം സാംസൺ എവിടെ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ എന്തിടുന്നത് കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നേർച്ച. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 33. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ആരെയാണ് നിയോഗിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗായക സംഘത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 34. യൂദായിലെ ബേത്ലഹേമിൽ വന്ന് പാർത്ത യുവാവ് ഏത് വംശജൻ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദാ വംശജൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ എന്തിനു പുറത്തു പോയി ഒലിവുമലയിൽ വിശ്രമിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പട്ടണത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 36. ദുഷ്ടനായ ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുക? പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാസന്. ക്വസ്റ്റ്യൻ നമ്പർ 37. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ആര് മരിച്ചു? സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 38. അവർ ബഥേലിൽ വന്നു. സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ എപ്രകാരം കരഞ്ഞു? ന്യായാധിപന്മാർ 21-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൈപ്പോടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും ഡാഷ് വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാങ്ങുകയും. ക്വസ്റ്റ്യൻ നമ്പർ 40. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡാഷ്, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി ഉപവസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 41. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി ആരോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എഫ്രൈമിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഏത് പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു? മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 43. അവിടുത്തെ എന്ത് പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 44. അവർ ആരുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു? അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിധവകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 45. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ എന്ത് ശാശ്വതവും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സത്കീർത്തി. ക്വസ്റ്റ്യൻ നമ്പർ 46. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 47. നന്മ കൈവരിക്കുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്താണ് ചെയ്യേണ്ടതിന്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 48. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ആരെ സ്നേഹിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ ഡാഷ് വിരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വസ്ത്രങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 51. എന്തിനെ ഭയപ്പെടേണ്ട? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 52. നൂനിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 53. എല്ലാ ഇടപാടുകളിലും എന്ത് വയ്ക്കണം? ക്രിയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കണക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 54. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 55. എന്തിനു ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഒരു വലിയ ഡാഷ് കരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനക്കൂട്ടവും. ക്വസ്റ്റ്യൻ നമ്പർ 58. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറിവ്. ക്വസ്റ്റ്യൻ നമ്പർ 59. പുനരുദ്ധാനത്തിന് മക്കൾ എന്ന നിലയിൽ അവർ ദേവദൂതന്മാർക്ക് തുല്യരും ആരുമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമക്കളും. ക്വസ്റ്റ്യൻ നമ്പർ 60. സാംസൺ തന്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു? ദലീലയെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 61. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവന്റെ മുഖം ഡാഷ് പോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂതൻ്റേത്. ക്വസ്റ്റ്യൻ നമ്പർ 62. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41 അധ്യായം 18 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിന്മ. ക്വസ്റ്റ്യൻ നമ്പർ 63. സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. തുടർന്ന് സാംസൺ എന്തു പ്രാർത്ഥിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ എങ്ങനെ നിന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒറ്റക്കെട്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 65. കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക, ഇവയൊന്നിലും നീ എന്ത് ചെയ്യേണ്ട? പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലജ്ജിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 66. ഇസ്രായേലിൽ രാജവാഴ്ചയില്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഡാഷ് വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരി ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉൾപ്രദേശങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹീതർ. ക്വസ്റ്റ്യൻ നമ്പർ 68. അവർ ആരെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ,
ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 69. യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു ഗ്രാമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 71. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ഷമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 72. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, എന്തില്ലാത്തവന് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭയം. ക്വസ്റ്റ്യൻ നമ്പർ 73. മിക്ക പറഞ്ഞു, എന്നോട് കൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 ഡാഷ് വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെള്ളി നാണയവും. ക്വസ്റ്റ്യൻ നമ്പർ 74. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ എന്ത് കഴിച്ചു? സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലി. ക്വസ്റ്റ്യൻ നമ്പർ 75. അത്യുന്നതൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തെക്കൻ കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 76. മനോവിയുടെ പ്രാർത്ഥന ഡാഷ് കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 77. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 78. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല ഡാഷ്. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഈർപ്പിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 79. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭയപ്പെടരുത്. ക്വസ്റ്റ്യൻ നമ്പർ 80. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് ഡാഷ്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിപ്പെടുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 81. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു ഡാഷ് സാംസന്റെ നേരെ അലറി വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 82. ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റ് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 83.
പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ എന്തിനെ നിങ്ങൾ നേടുമെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 84. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് എന്താകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാത്രമാകും. ക്വസ്റ്റ്യൻ നമ്പർ 85. ഫിനെഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദയത്തിന് കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 86. എവിടെ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സോറായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 87. ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല, ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോര്യർക്കും ഇടയിൽ ന്യായവിധി നടത്തട്ടെ. ഈ സന്ദേശം ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 88. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ഡാഷ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശരീരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 89. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ ഡാഷ് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 90. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു, അവർ കാല് കഴുകി എന്ത് കഴിച്ചു? ന്യായാധിപന്മാർ 19 കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭക്ഷണപാനീയങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 91. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഏത് ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 92. എന്തിനിടയിൽ പ്രഭാതതാരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ അവൻ പ്രശോഭിച്ചു? പ്രഭാഷകൻ 50 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മേഘങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. ആ പട്ടണത്തിൽ ആരും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു വിധവയും. ക്വസ്റ്റ്യൻ നമ്പർ 94. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. വാക്യമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രഭാഷകൻ 41 അധ്യായം 8 വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. ഏലയാസറിന്റെ പുത്രനായ ഫിനെഹാസിന്റെ മഹത്വത്തിന്റെ എത്രാം സ്ഥാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3-ാം സ്ഥാനം.
ക്വസ്റ്റ്യൻ നമ്പർ 96. നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 97. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 98. എവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി എന്നാണ് പ്രഭാഷകൻ 50-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബലിപീഠത്തിലെ. ക്വസ്റ്റ്യൻ നമ്പർ 99. നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. ഇത് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാംസന്റെ ഭാര്യ പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 100. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വ്യാപാരം. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.